ഹായ് ഹലോ. ഇത് നമ്മുടെ വീട്ടിൽ അതുപോലെ പറമ്പിൽ മുറ്റത്തൊക്കെ ആയിട്ട് ഒരുപാടുള്ളൊരു സസ്യമാണ് നമ്മുടെ കീഴാർനെല്ലി. അപ്പോൾ ഇത് ഒരുപാട് അസുഖങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ ഒന്നും സയൻറ്റിഫിക്കായിട്ട് എങ്ങനെയാണെന്നുള്ളതൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഞാനിത് മുടിയിൽ തേക്കാനും ഒക്കെ ആയിട്ടാണ് കൂടുതലായിട്ട് യൂസ് ചെയ്യാറുള്ളത്, എണ്ണ കാച്ചാനും താളി അരയ്ക്കാനൊക്കെ ആയിട്ട്. അപ്പോൾ ഇതുപോലെ വേരോടെ പറിച്ചെടുക്കുക. അതുപോലെ കയ്യോന്നിയൊക്കെ നമ്മുടെ മുറ്റത്തുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ സംരക്ഷിച്ച് വീട്ടിലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സംരക്ഷിച്ച് പോവുക. കാരണം നമുക്കിത് ഒരുപാട് യൂസസ് ഇതുകൊണ്ടുണ്ട്. അപ്പോൾ കീഴാർനെല്ലി താളി അരയ്ക്കാനായിട്ട് നമ്മൾ വേരോട് ഇതുപോലെ പറിച്ചെടുക്കുക. അതിന് ശേഷം അതിൻ്റെ വേരിലെ മണ്ണും അങ്ങനെയുള്ള അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നന്നായിട്ട് കഴുകിക്കളയുക. ഇതിൻ്റെ വേരിൻ്റെ അടിയിലൊക്കെ നിറയെ നെല്ലിക്ക പോലുള്ള ഒരു കായ്കളുണ്ടാവും. അപ്പോൾ അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അതിന് കീഴാർനെല്ലി എന്ന് പറയണ ഇലയുടെ അടിയിലായിട്ട്. അപ്പോൾ നന്നായിട്ട് കഴുകി കളഞ്ഞതിന് ശേഷം വലിയ ചെടിയാണെന്നുണ്ടെങ്കിൽ നടുവിലൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്കിത് മിക്സിയിൽ ആദ്യം ഒതുക്കിയെടുക്കുക. ഒന്ന് 2-3 അടി അങ്ങനെ കറക്കിയതിന് ശേഷം ഒന്ന് ഒതുക്കിയെടുക്കുക. അതിന് ശേഷം തിളപ്പിച്ചാറിയ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് അരച്ചെടുക്കുക. അപ്പോൾ അത്ര വെള്ളം വേണ്ടിച്ചതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക, അല്ലെങ്കിൽ അരഞ്ഞ് കിട്ടില്ല. അപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം നമുക്കിത് ഒരു തുണിയോ അല്ലെങ്കിൽ ഒരു അരിപ്പയോ വെച്ചിട്ട് നമുക്കിത് അരിച്ചെടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം നമുക്കിത് കുളിക്കുന്നതിന് മുമ്പായിട്ട് തേക്കാം. അധികം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലൊക്കെ സൂക്ഷിച്ച് വയ്ക്കാം. കുളിക്കുന്നതിന് കുറച്ച് മുമ്പായിട്ട് നമ്മൾ പുറത്ത് തണുപ്പ് പോയിട്ട് പിന്നെ തേച്ചാൽ മതി. പിന്നെ നീരിറക്കം പോലുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമുക്ക് തേക്കാതിരിക്കുകയായിരിക്കും നല്ലത്. അപ്പോൾ ഇത് നമ്മുടെ വീട്ടിലും അതുപോലെ പറമ്പിലൊക്കെ ഉള്ളൊരു സസ്യമാണ്, എല്ലായിടത്തും ഉണ്ടാവും അധികം. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. മുടി കൊഴിച്ചിലിനൊക്കെ ഒരുപാട് നല്ലതാണ്. താരൻ്റെ ശല്യമൊക്കെ ഇല്ലാതിരിക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഫോളോ ചെയ്യുക. ഓക്കെ, താങ്ക് യു.